ജനമേ, പരിശുദ്ധമായ ഈ ദേവാലയത്തിൽ ഇന്ന് നമുക്ക് പല സ്ഥലങ്ങളിലും പലയിടങ്ങളിലുമായിരുന്നവർക്ക് വന്നു ചേരുവാനും ആരാധനയിൽ പങ്കെടുക്കുവാനും വലിയവനായ ദൈവം ഒരുക്കി തന്ന വലിയ കൃപയെ ഓർത്ത് നന്ദിയോടെ തന്നെ ആദ്യമേ ഞാൻ സ്തുതിക്കുന്നു. പരിശുദ്ധ സഭയുടെ ആരാധനാ വർഷം 7 കാലങ്ങളിലായിട്ട് തരംതിരിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. സൺഡേ സ്കൂൾ കുട്ടികളിലേക്ക് അറിവിലേക്ക് നമുക്കൊന്ന് റീകളക്ട് ചെയ്താലോ? ഓക്കെ, കുദൂശിത്തോ ഞായറാഴ്ച മുതൽ ആരംഭിച്ച് 1 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ആരാധനാ വർഷം 7 കാലങ്ങളിലായിട്ടാണ്, 7 പീരീഡ്സ് ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാമത് കുദൂശിത്തോ ഞായർ മുതൽ എൽദോ പെരുന്നാൾ വരെ നീണ്ടു നിൽക്കുന്ന അറിയിപ്പ് കാലം എന്ന 1ാം കാലം. അതിനുശേഷം എൽദോ പെരുന്നാൾ മുതൽ പരിശുദ്ധമായ വലിയ നോമ്പിന് മുമ്പുള്ള ഞായറാഴ്ച വരെ, അതായത് ഇന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഉദയകാലം എന്നറിയപ്പെടുന്ന ദരഹാകാലം. അതിനുശേഷം വരുന്ന ഞായറാഴ്ച, അതായത് കുത്തിനെ ഞായറാഴ്ച മുതൽ ഉയർപ്പ് പെരുന്നാൾ വരെ നീണ്ടു നിൽക്കുന്ന പരസ്യ ശുശ്രൂഷ കാലം എന്ന 3ാം കാലം. അതിനുശേഷം ഉയർപ്പ് പെരുന്നാളിന് ശേഷം പുനരുദ്ധാന കാലം. അതിനുശേഷം പെന്തിക്കോസ്തി കാലം, ഏറ്റവും ഡ്യൂറേഷൻ ഉള്ള കാലമാണ് പെന്തിക്കോസ്തി കാലം. അതിനുശേഷം തേജസ്കരണ കാലം, ആൻഡ് ഫൈനലി സ്ലീബ കാലം. സോ ഹൗ മെനി പീരിയഡ്സ് ആർ ദേർ? 7. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഏത് കാലത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? 2ാം കാലമായ ദരഹാകാലം അഥവാ ഉദയകാലം എന്നറിയപ്പെടുന്ന 2nd പീരീഡിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? അതിന്റെ എൻഡിൽ എത്തിയിരിക്കുകയാണ്. അവസാനത്തെ ഞായറാഴ്ചയാണ്. നെക്സ്റ്റ് സൺഡേ മുതൽ പരസ്യ ശുശ്രൂഷ കാലം ആരംഭിക്കുകയാണ്. ദരഹാകാലത്തിന്റെ അവസാന ഞായറായ ഇന്ന് ധ്യാനത്തിന് ചിന്തയ്ക്കുമായി പരിശുദ്ധ പിതാക്കന്മാർ ക്രമീകരിച്ച് നൽകിയിരിക്കുന്ന വേദഭാഗം ശുദ്ധമായ ലൂക്കോസിന്റെ സുവിശേഷം 12ാം അധ്യായം 32 മുതൽ 49 വരെയുള്ള വേദഭാഗമാണ്. മലങ്കര സഭ സകല വാങ്ങിപ്പോയ വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ആനീതേ ഞായർ എന്ന ഞായറാഴ്ചയാണ് ഇന്ന്. ഇന്ന് നമ്മൾ അത് കൊണ്ടാടുന്നത് സാറ്റർഡേ ആണ്. സോറി, ആനീതോ എന്നത് ഗ്രീക്ക് പദമാണ്. അതിനർത്ഥം വാങ്ങിപ്പോയവരെന്നാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ഞായറാഴ്ച ആനീതേ ഞായർ എന്ന് അറിയപ്പെടുന്നത്. ഈ വേദഭാഗത്തിലൂടെ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചപ്പോൾ ഒരുപാട് സൂചനകൾ, ഭാവിയിലേക്കുള്ള ഒരുപാട് സൂചനകൾ നിറഞ്ഞൊരു വേദഭാഗമായിട്ടാണ് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടത്. അതായത് വളരെ വിജിലന്റ് ആയിട്ടിരുന്നോ, ഏത് നിമിഷവും യജമാനൻ വരും, അതുകൊണ്ട് സൂക്ഷിച്ചിരിക്കുക എന്ന് പറഞ്ഞ് വലിയൊരു വാർണിംഗ് ഈ വേദഭാഗത്തിൽ തരുന്നുണ്ട്, അല്ലെ? നിങ്ങളുടെ നിക്ഷേപം നശ്വരമായ ഈ ഭൂമിയിലല്ല, അനശ്വരമായ ഇടങ്ങളിലായിരിക്കട്ടെ. നിങ്ങളുടെ നിക്ഷേപം എവിടെയുണ്ടോ അവിടെ നിങ്ങളുടെ ഹൃദയവും ഉണ്ട് എന്നൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ ദൈർഘ്യമായി ആ വേദഭാഗം പറയുന്നത് ഞാൻ വായിക്കുന്നില്ല സമയപരിമിതി നിമിത്തം. പക്ഷെ ആ വേദഭാഗത്തിന്റെ 1ാമത്തെ വാക്യത്തിന്റെ ആദ്യത്തെ 2 വാക്കുകളാണ് എന്റെ ശ്രദ്ധയെ ആകർഷിച്ചത്. 5 മിനിറ്റ് സമയം കൊണ്ട് ഒരു ചെറിയ സന്ദേശം പങ്കുവെച്ച് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുക. 12ാം അധ്യായത്തിന്റെ 32ാമത്തെ വാക്യം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടേണ്ട, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. Do not be afraid, little folk, for your father has been pleased to give you the kingdom. എന്റെ ആദ്യത്തെ 2 വാക്കുകളാണ് ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട. 2 ചോദ്യം മാത്രമാണ് നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. ആരാണ് ഈ ചെറിയ ആട്ടിൻകൂട്ടം? ആൻഡ് വാട്ട് ഈസ് ദ റിലവൻസ് ഓഫ് ദിസ് ലിറ്റിൽ ഫോക്ക് ഇൻ ദിസ് ആനീതേ ഞായർ? ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഒരു 5 മിനിറ്റ് സമയം ഞാൻ നിങ്ങളുടെ കടം ചോദിക്കുകയാണ്. പരിശുദ്ധമായ വലിയ നോമ്പിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കാൻ പോവുകയാണ്, അല്ലെ? വലിയ നോമ്പ് ഒരു വലിയ പോരാട്ടമാണ്. ഇറ്റ്സ് എ ബിഗ് വാർ. എന്തിനാണ് നമ്മൾ പോരാടുന്നത്? എല്ലാ പോരാട്ടത്തിനും പിന്നിൽ നമുക്കൊരു ജയം വേണം എന്നുള്ള ആവശ്യത്തിന്റെ പുറത്താണല്ലോ നമ്മൾ പോരാടുന്നത്. നമ്മൾ കുഞ്ഞുങ്ങൾ അമ്മയപ്പന്മാരോട് പോരാടും, അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ആവശ്യപ്പെടും. എന്തിനാ? ദേ നീഡ് സംതിങ്. അവർക്ക് ജയിക്കണം, അല്ലെ? അപ്പൊ നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ടാണ് പോരാടുന്നത്. ആർക്കെതിരെ, എന്തിനെതിരെ ജയിക്കാൻ വേണ്ടിയിട്ടാണ് പോരാടുന്നത്? വെളിപാട് പുസ്തകം 3ാം അധ്യായം 21ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കുവാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോടൊപ്പം ഇരുന്നത് പോലെ തന്നെ. അപ്പൊ നമ്മൾ എന്തിനാ പോരാടുന്നത്? ജയിക്കാനാണ്. എന്തിനാണ് ജയിക്കേണ്ടത്? പർദീസയിൽ ഇരിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോരാടുന്നത്. അപ്പൊ നമ്മുടെ വലിയ നോമ്പെന്ന വലിയ പോരാട്ടം
ജയിക്കാനാണ്, ക്രിസ്തുവിനോടൊപ്പം പരദീസയിൽ ഇടം നേടാനാണ്. അതത്ര എളുപ്പമാണോ? ഈസ് ഇറ്റ്? അയ്യോ, അത്ര എളുപ്പമല്ല കേട്ടോ. ഒരു പരീക്ഷ എഴുതണമെങ്കിൽ നമുക്ക് പല പേപ്പറുകളുണ്ടല്ലേ. ഡിഗ്രിക്ക് ഓരോ വർഷവും നമുക്ക് പല പേപ്പറുകൾ ക്ലിയർ ചെയ്താലേ നമ്മളൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തുള്ളൂ. ഈ പരീക്ഷ ക്ലിയർ ചെയ്യാനായിട്ട് 3 പേപ്പർ നമ്മൾ എഴുതി പാസ്സാവും. ആ 3 പേപ്പർ ഏതാണെന്ന് 1 യോഹന്നാൻ 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഞാൻ സമയപരിമിതി കൊണ്ട് വായിപ്പിക്കുന്നില്ല, ഞാൻ തന്നെ വായിക്കാം. 1 യോഹന്നാൻ 2-ാം അധ്യായം 16-ാം വാക്യം ഇപ്രകാരമാണ്: ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ആകുന്നു. 3 പേപ്പർ ഏതാണെന്ന് മനസ്സിലായോ? ഏതൊക്കെയാ? ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, the lust of the body, the lust of the eyes, and finally the pride of life. ഈ 3 പേപ്പർ ക്ലിയർ ചെയ്താൽ മാത്രമേ ഈ പരീക്ഷ നമ്മൾ പാസ്സാവത്തുള്ളൂ. ഈ പരീക്ഷ ആദ്യമായിട്ട് എഴുതി തോറ്റുപോയതാരാന്നറിയോ? എവിടെ വെച്ചാന്നറിയോ? ഞാൻ ഉത്തരം പറയുന്നുണ്ട് പലരും. In the garden of Eden. Yes. ആദാം ഹവ്വയാണ് ആദ്യമായിട്ട് ഈ എക്സാം തോറ്റുപോയത്. ആദ്യമായിട്ട് എക്സാം പാസ്സായതാരാന്നറിയോ? എവിടെ വെച്ചാന്നറിയോ? ക്രൂശിലാണ്. തന്റെ സ്വന്തം രക്തം കൊണ്ട് ആ എക്സാം എഴുതി പാസ്സായി. ജീസസ് ക്രൈസ്റ്റ് ആണ് ആദ്യമായിട്ട് ആ എക്സാം എഴുതി പാസ്സാകുന്നത്. ഇത് രണ്ടും 2 ഡിഫറെന്റ് കേസ് സ്റ്റഡീസ് ആണ്. നമ്മൾ ആഴമേറി പഠിക്കേണ്ടതാണ്. പക്ഷെ പെട്ടെന്ന് പെരിപ്പറിയിൽ കൂടെ ഞാൻ ഒന്ന് പറഞ്ഞ് ഞാൻ ആ വാക്കുകൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ദ ലസ്റ്റ് ഓഫ് ബോഡി. മനുഷ്യ ശരീരത്തിന് ഡിസയേഴ്സ് ഉണ്ടല്ലേ. വി ആർ ബോൺ ലൈക്ക് ദാറ്റ്. പക്ഷേ ആ ഡിസയേഴ്സ് ദൈവഹിതത്തിനും അപ്പുറം അവ നമ്മെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ അതിന് തോറ്റുപോയി. ഓക്കെ, അപ്പൊ ഈ നോമ്പ് കാലം നമ്മുടെ മനുഷ്യ ആഗ്രഹങ്ങളും ഡിസയേഴ്സും ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ നോമ്പ് കാലം നമുക്ക് ഇടയാക്കട്ടെ. ഏത് തോട്ടത്തില് ആപ്പിളുമായി ഹവ്വ ആദാമിനടുത്ത് വന്നപ്പം ഹി വാസ് ഹംഗ്രി. വേദവസം അവൻ വിശന്നിരിക്കുമായിരുന്നു എന്ന് പറയുന്നത്. സോ അവന്റെ ബോഡി വീക്കായിരുന്നു, ജഡ മോഹം. എന്നാൽ യേശു ക്രിസ്തുവിന്റെ അടുത്ത് പിശാചു എന്ന് പറഞ്ഞു, നീ വിശന്നിരുന്നപ്പം കല്ലപ്പമാക്കി കഴിച്ചുകൂടെ? ക്രിസ്തു എന്താ പറഞ്ഞു? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു. അപ്പൊ യേശു ക്രിസ്തു 1ാമത്തെ പേപ്പർ പാസ്സായി. ജഡമോഹം, ദ ലസ്റ്റ് ഓഫ് ദ ബോഡി ക്ലിയർ ചെയ്തു. ഓക്കെ, ഇനി നമ്പർ 2, ആദാമിന്റെ അടുത്ത് പാമ്പ് he presented a beautiful apple. The apple was so fresh and it was looking so beautiful. The lust of his eyes. നമ്മുടെ കണ്ണിനെ പ്ലീസിംഗ് ആയിട്ടുള്ളതെല്ലാം സ്വന്തമാക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിനെയാണ് ലസ്റ്റ് ഓഫ് ഐസ് എന്ന് പറയുന്നത്. എന്നാൽ യേശു ക്രിസ്തുവിനെ മലയുടെ മുകളിലേക്ക് സാത്താൻ കൊണ്ടുപോയിട്ട് പറഞ്ഞു, നോക്ക്, ഈ കാണാൻ ഇത്രയും ഭംഗിയുള്ള ഈ കാണുന്ന എല്ലാം നിനക്ക് ഞാൻ തരാം, നീ എന്നെ നമസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ക്രിസ്തു എന്തോ പറഞ്ഞു? ദൈവമായ കർത്താവിനെ മാത്രമേ he cleared the second paper. കൺമോഹം, the lust of eyes, and finally the pride of life. ഏറ്റവും evil temptation ആണ് കേട്ടോ, the pride of life. ആദാമിന്റെ ഹവ്വയുടെ അടുത്ത് പാമ്പ് അവസാനം ഒരു അടവും കൂടെ എടുത്തു. ഇത് കഴിച്ചാൽ നിങ്ങൾ ആരെ പോലെ ആകുമെന്ന് പറഞ്ഞു. സാത്താൻ സ്വർഗത്തിൽ നിന്ന് പുറത്തള്ളപ്പെട്ടത് ഈ കാരണത്താലാണ്. അവൻ ദൈവത്തെ പോലെ ആകാൻ ശ്രമിച്ചത് കൊണ്ടാണ് the pride of life. പക്ഷെ ക്രിസ്തു അതും അതിജീവിക്കുകയാണ്. ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടാൻ പറഞ്ഞു. നിന്റെ കാൽ കല്ലിനെ തട്ടാതെ മാലാഖമാർ നിന്നെ കാത്തോളൂ എന്ന് പറഞ്ഞു. പക്ഷെ ക്രിസ്തു എന്താ പറഞ്ഞത്? നിന്റെ ദൈവമായ യഹോവയെ നീ പരീക്ഷിക്കരുത്. ഇങ്ങനെ 3 എക്സാം ക്ലിയർ ചെയ്ത് ക്രിസ്തു ഈ പരീക്ഷ പാസ്സായി. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇത്രയും വർഷക്കാലമായിട്ട് നമ്മൾ ഈ എക്സാം പാസ്സായോ? 10-23 വർഷമായിട്ട് ഈ ലോകത്തിൽ ഞാൻ ജീവിക്കുന്നത്. ഞാൻ ആത്മാർത്ഥത്തോടെ കൈ ഉയർത്തി പറയും, കഴിഞ്ഞ 23 വർഷവും ഞാൻ തോറ്റുപോയി. നമ്മൾ മാത്രമല്ല, നമ്മുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയ അനേകരുണ്ട്. നമ്മുടെ മാതാപിതാക്കന്മാരുണ്ട്, നമ്മുടെ ഗുരുസ്ഥാനീയരുണ്ട്, നമ്മുടെ വേണ്ടപ്പെട്ടവർ, ചാർച്ചക്കാർ, ഒരുപാട് പേർ ഈ എക്സാം തോറ്റുപോയി, ഈ പോരാട്ടത്തിൽ തോറ്റുപോയി, ഈ ലോകത്തിൽ നിന്ന് കടന്നു പോയിട്ടുണ്ട്. അവരെല്ലാം ഈ ഞായറാഴ്ച നമ്മൾ ഓർക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? അതിന്റെ ഉത്തരവ് കൂടെ പറഞ്ഞ് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എബ്രായലേഖനം 12-ാം അധ്യായത്തിന്റെ 39-40 വാക്യങ്ങൾ ഞാൻ വായിക്കാം. അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ട് വാഗ്ദത്തം നിവർത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി എല്ലാം
നല്ലതെന്ന് മുൻകരുതിയിരിക്കുന്നു. അപ്പൊ വാങ്ങിപ്പോയവർക്ക് ഇനി രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, നമ്മുടെ കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥന. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ഈ നോമ്പ് കാലമെങ്കിലും നമുക്കും ഈ പരീക്ഷ പാസ്സാകാൻ കഴിയട്ടെ. നമ്മുടെ എല്ലാ വാങ്ങിപ്പോയവരെയും ഇന്ന് കുർബാനയിൽ നാം ഓർത്തതുപോലെ ഈ നോമ്പിന്റെ ഓരോ ദിവസങ്ങളിലും കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ. നാഥ, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവരോടത് ക്ഷമിക്കണമേ എന്ന്. അതുകൊണ്ട് ഒരു നിമിഷം തലങ്ങളെ വണക്കാം. ദൈവമായ കർത്താവേ, നിന്റെ വേദപ്രമാണത്തിൽ നിന്ന് ഞങ്ങളെ പഠിപ്പിച്ച അത്ഭുതമേറിയ കാര്യത്തിനായിട്ട് നന്ദി. ഞങ്ങളുടെ വാങ്ങിപ്പോയവരോട് അവിടുന്ന് കരുണ തോന്നണം. അവർ ചെയ്തു പോയ പാപങ്ങളൊന്നും അവരോട് കണക്ക് ചോദിക്കരുത്. നിന്റെ ചെറിയ ആട്ടിൻകൂട്ടത്തിനോടൊപ്പം അവരെ എന്ത് ചെയ്യാനാണ്? അമ്മയും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.